ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസിന് സ്ലോട്ട് ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല. അപ്പോൾ സ്ലോട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. പഴയ പോലെ തന്നെ വെബ്സൈറ്റ് ഒക്കെ എടുക്കുന്ന രീതിയിൽ എടുക്കുക, പരിവാഹൻ സേവ ടൈപ്പ് ചെയ്ത് ബുക്ക് എടുക്കുക, എന്നിട്ട് ഡ്രൈവേഴ്സ് ഓർ ലേണേഴ്സ് ലൈസൻസ് എന്നുള്ള സെക്ഷൻ എടുക്കുക, എന്നിട്ട് കേരള സെലക്ട് ചെയ്യുക, ലോഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ നല്ല സ്പീഡുള്ള നെറ്റുള്ള മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ബുക്ക് ചെയ്ത് കിട്ടുള്ളൂ, സക്സസ്ഫുൾ ആയിട്ട് ബുക്ക് ചെയ്ത് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ലേണർ ലൈസൻസിന്റെ നമ്പറും ആപ്ലിക്കേഷൻ നമ്പറും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അടിക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് തന്നെ അടിക്കണം. അല്ലെങ്കിൽ അപ്പോയിൻമെന്റ് നമ്പർ, ആപ്ലിക്കേഷൻ നമ്പറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ കോഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് വർക്ക് ആവില്ല. അപ്പം ഞാൻ ഇതൊന്ന് റോങ് ആയിട്ട് അടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോഴൊക്കെ സമയം പോവുകയാണ്, നമ്മളെ സമയം പോകുന്നു. അപ്പം നമ്മൾ ഓൾറെഡി ഒരു ദിവസത്തേക്ക് കുറച്ച് ആൾക്കാർക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മളിങ്ങനെ ഓരോ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ബുക്ക് ചെയ്യാൻ പറ്റില്ല, പകരം വേറെ ആൾക്കാർക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആപ്ലിക്കേഷൻ നമ്പറും അതിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഈ ഫോർമാറ്റിൽ തന്നെ എവിടെയെങ്കിലും നോട്ട്ബുക്കിലോ എവിടെയെങ്കിലും കറക്റ്റായിട്ട് എഴുതി വെക്കണം ബുക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ. പിന്നെ സ്ലോട്ട് ഓരോ സമയത്തായിരിക്കും ചിലപ്പം ഓപ്പൺ ആവുന്നത്. ചിലപ്പോൾ രാവിലെ 10 മണിക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ 12 മണിക്ക് ഉണ്ടാവും, ഉച്ചയ്ക്ക് 2 മണിക്ക് സ്ലോട്ട് ഓപ്പൺ ആക്കും, അല്ലെങ്കിൽ വൈകിട്ട് 4 മണിക്ക്, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിലോ RTOയിലോ പോയിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റിയ സമയത്ത് സ്ലോട്ട് ഓപ്പൺ ആവുകയാണ്. ഓപ്പൺ ആവുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 60 ആൾക്കാർക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് ബുക്കിംഗ് നടക്കും. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ 20/11 ഡേറ്റ് ഓഫ് ബർത്ത്, അതിന് പകരം ഞാൻ 21/11 എൻ്റർ ചെയ്തിട്ടുള്ളത്. 21/11 എൻ്റർ ചെയ്തത്. അപ്പം കണ്ടോ, അപ്ലിക്കൻ ഡീറ്റെയിൽസ് ആർ നോട്ട് അവൈലബിൾ എന്ന് കാണിക്കും. അപ്പം ഇങ്ങനെ കുറച്ച് സമയം പോയി. ഈ സമയം കൊണ്ട് ബാക്കിയുള്ള ആൾക്കാർ ബുക്ക് ചെയ്യും. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് ആപ്ലിക്കേഷൻ നമ്പറും ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കറക്റ്റായിട്ട് എഴുതി വെക്കുക. എന്നിട്ട് ആ സമയത്ത് കയറി സ്ലോട്ട് ബുക്ക് ചെയ്യാൻ നോക്കുക. ഇനി ഞാൻ കറക്റ്റായിട്ട് എൻ്റർ ചെയ്തിട്ട് സ്ലോട്ട് ബുക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പേജിലേക്ക് പോകും. അവിടുന്ന് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ എന്നുള്ള സെക്ഷൻ ഇത് സെലക്ട് ചെയ്യുക. ബൈക്ക് മാത്രമുള്ളവർ, കാർ ഉണ്ടെങ്കിൽ കാറും കൂടി സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡേറ്റ് വരും. അതിൽ 21 ഉണ്ട്, 28 ഉണ്ട്. അപ്പം ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് 21 സെലക്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ശരിക്കും നമ്മൾ 28 അങ്ങനെ ഫ്യൂച്ചർ ഡേറ്റുള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്തിരിക്കും കിട്ടാൻ എളുപ്പം. കാരണം 21 എന്ന് പറയുമ്പോൾ എല്ലാവരും ഇതുപോലെ 21 ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. ഓക്കെ, ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക്, രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് പാസ്വേഡ്, ഒരു സെക്യൂരിറ്റി കോഡ് വരും. ആ സെക്യൂരിറ്റി കോഡ് ഒക്കെ പെട്ടെന്ന് എൻ്റർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കണം. അപ്പോൾ സെക്യൂരിറ്റി കോഡ് എൻ്റർ ചെയ്തു, സബ്മിറ്റ് കൊടുത്തു. പക്ഷേ നമ്മൾ 21 സെലക്ട് ചെയ്തത്, ഫസ്റ്റത്തെ ഡേറ്റ് തന്നെയാണ്. അതിന് പകരം 28 സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശരിക്കും സ്ലോട്ട് ബുക്കിംഗ് കിട്ടും. ഇത് കൺഫേം കൊടുത്തു. പക്ഷെ അപ്പോഴത്തേക്കും കണ്ടോ, കോട്ട കംപ്ലീറ്റ് ആയി പറഞ്ഞു വന്നു. കാരണം എല്ലാവരും 21 സെലക്ട് ചെയ്യുക. അപ്പം നമ്മൾ ഫ്യൂച്ചറിൽ ഉള്ള ഡേറ്റുകൾ സെലക്ട് ചെയ്യാൻ മാക്സിമം നോക്കുന്ന നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ പിന്നെന്ത് ചെയ്യണം, വീണ്ടും ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കേണ്ടത്. വീണ്ടും ബുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നെറ്റ് സ്പീഡും ഉണ്ട്. നമുക്ക് ഡേറ്റുകൾ ഇങ്ങനെ കാണുമ്പം അടുത്തുള്ള ഡേറ്റ് സെലക്ട് ചെയ്യാതെ കുറച്ച് ദൂരത്തേക്കുള്ള ഡേറ്റ് സെലക്ട് ചെയ്യുക. അതായത് ആൾക്കാർ എടുക്കാൻ ചാൻസ് കുറവാണെന്നുള്ള രീതിയിൽ ഉള്ള ഡേറ്റ്. കാരണം അപ്പോൾ 28 29 അങ്ങനെ എന്താ വെച്ചാൽ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്നതിൽ ബാക്കിലുള്ള ഡേറ്റുകൾ സെലക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ആൾക്കാർ അത് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം എല്ലാവരും 21 സെലക്ട് ചെയ്തപ്പോൾ അതിലേക്ക് സ്ലോട്ട് ആ 21 60 സീറ്റും ഫുള്ളായി പോയി പെട്ടെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 28 27 അങ്ങനെ ഏതാച്ചാൽ പച്ച കാണുന്നത്, പച്ചയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അത് വേഗം സെലക്ട് ചെയ്യുക. ടൈം ഉള്ളതും സെലക്ട് ചെയ്യുക. അതിനൊന്നും സമയം പോക്കണ്ട. ടൈം 8 to 8:30 ഉണ്ടാവും, 8:30 to 9 ഉണ്ടാവും. ഏതെങ്കിലും ഒന്നങ്ങ് സെലക്ട് ചെയ്യുക, വേഗം ക്ലിക്ക് കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഞാൻ രണ്ടാമതും ചെയ്തു നോക്കുകയാണ്. അപ്പോൾ അതിൽ മോട്ടോർ സൈക്കിൾ സെലക്ട് ചെയ്ത് വീണ്ടും ബുക്ക് ചെയ്യാൻ നോക്കുകയാണ്. കൺഫേം സ്ലോട്ട് ബുക്കിംഗ് കൊടുത്തു. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് കാണിക്കും. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് കാണിക്കുമ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞുതരാം. അപ്പോൾ 7 8 മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാക്കി 21 മുതൽ 29 വരെയുള്ള എല്ലാം റെഡായി. അതിനകത്ത് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഉള്ളത് 7 8 ആണ്. 7-ാം തീയതി ഞാൻ ചെയ്യുന്നത്. 8-ാം തീയതി സെലക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്, കിട്ടാനും ചാൻസ് കുറവാണ്. മനസ്സിലായോ?
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഞാൻ പറഞ്ഞു പിന്നെ അടുത്ത മാസത്തേക്ക് ഉണ്ടോ നോക്കുകയാണ്, ഡിസംബറിലോ നവംബറിലോ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ആ പ്രീവിയസോ നെക്സ്റ്റോ അടിച്ച് നോക്കാം. യൂഷ്വലി ഓരോ മാസത്തേക്ക് അവർ അവൈലബിൾ ആക്കി വെക്കുള്ളൂ. അപ്പോൾ അങ്ങനെ സമയം പോക്കണ്ട. നിങ്ങൾ എപ്പോഴാണ് പച്ച കാണുന്നതിലുള്ള പച്ച ഏതാച്ചാൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ 8 സെലക്ട് ചെയ്ത് ഒന്നും കൂടി കൊടുത്തിട്ടുണ്ട്. സെക്യൂരിറ്റി കോഡ് മൊബൈലിൽ വന്നതും എൻ്റർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ചിലപ്പം സ്ലോട്ട്സ് നോട്ട് അവൈലബിൾ കാണിക്കും, അല്ലെങ്കിൽ സ്ലോട്ട്സ് ആർ നോട്ട് അലൗഡ് ആഫ്റ്റർ 9 എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, വീണ്ടും ഫെയിലായി. പ്ലേലിസ്റ്റിൽ പോയിട്ട് വീഡിയോസൊക്കെ കണ്ടു നോക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്